Welcome back, my dear students. Function analysis ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. So in the previous lecture we have discussed that every Hilbert space can be written as y direct sum y perpendicular or the direct sum of two perpendicular subspaces. Okay. Now every x element of H can be uniquely written as x is equal to sum y plus z, where y element of capital Y, the subspace, and z element of y perpendicular. Or in other words, this y is called the orthogonal projection of x in H, which means or y is called the orthogonal projection of x onto y, or y is called the orthogonal projection of x on y, which means that നമ്മൾ ചെയ്യുന്നത് എക്സിനെ നമ്മളൊരു കമ്പോണൻ്റ് ആക്കി എഴുതുകയാണ്. രണ്ട് കമ്പോണൻസിൻ്റെ സമ്മായിട്ട് എഴുതുകയാണ്. ഈ രണ്ട് കമ്പോണൻസും പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആണ്. കാരണം y എന്ന് പറയുന്ന എലമെൻറ്റ് ക്യാപിറ്റൽ വൈക്കകത്തെ എലമെൻ്റ് ആണ്. ഇസഡ് എന്ന് പറയുന്നത് y പെർപെൻഡിക്കുലറിൻ്റെ അകത്തെ എലമെൻ്റ് ആണ്. സോ നമ്മൾ ഇഫ് യു കൺസിഡർ ദം ആസ് ആക്സിസ്, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ y എന്ന് പറയുന്ന ഒരു ആക്സിസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ y പെർപെൻഡിക്കുലർ ഇതാണ്, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിസ് ഇതാണ്. ആക്സിസ് അല്ല, സ്പേസ് എന്ന് കൺസിഡർ ചെയ്യുക. നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ ദാറ്റ് എക്സ് ഈസ് ആക്ച്വലി ഹാസ് ടു കമ്പോണൻസ്. വൈയും ഇസഡും എന്ന് പറയുന്ന ടു കമ്പോണൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്തെ വൈ ആക്ച്വലി കറസ്പോണ്ട്സ് ടു ദിസ്. ഓക്കെ, ഇവിടെ ഇത് വൈ ആക്സിസ് അല്ല, ഒരു സിംഗിൾ ഡയറക്ഷൻ മാത്രമല്ല. ചിലപ്പോൾ വൈ ഒരു 3 ഡയമെൻഷൻ സ്പേസോ 4 ഡയമെൻഷൻ സ്പേസോ എന്തോ അല്ല. അതുപോലെ ഇസഡ് ഈസ് ഹിയർ. ഓക്കെ, അങ്ങനെ ഇസഡിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, എക്സ് എന്ന് ഡിഫൈൻ ചെയ്യും. നമ്മളിതിനെ വൈയും ഇതിനെ പെർപെൻഡിക്കുലർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം വൈക്ക് പെർപെൻഡിക്കുലറാണ് വൈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഈ സ്പേസ്. സോ ദാറ്റ്സ് വൈ ഇത്, അപ്പോൾ നമ്മൾ എക്സിനെ നമ്മൾ വൈ എന്ന് പറയുന്ന സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ വെക്ടറിനെ വൈ എന്ന് പറയുന്ന സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ വൈ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. അതുകൊണ്ടാണ് വൈയെ നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു വൈ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന സ്പേസിനെ നമ്മൾ വൈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന സ്പേസിലോട്ട്, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിനെ വൈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന എലമെൻറ്റിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഈ കമ്പോണൻറ്റ് സപ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻ്റാണ് ഇസഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വൈ എന്ന് നമ്മൾ പറയുന്നത്. സോ വൈ ഈസ് കോൾഡ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് എക്സ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ മീനിങ് അതാണ്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ഇഫ് യു കൺസിഡർ ആർ സ്ക്വയർ, ആൻഡ് ആർ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ആർ ഡയറക്റ്റ് സം ആർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആർ സ്ക്വയറിൻ്റെ അകത്തെ ഒരു എലമെൻറ്റ് ഓർഡേർഡ് പെയർ θ1 θ2 എന്നെടുത്താൽ, ഈ θ1 θ2വിനെ θ1 0 ഡയറക്റ്റ് സം ഓർ പ്ലസ് 0 θ2 എന്ന് എഴുതാം. If you consider this as x, this as y, this as z. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ θ1 0 എന്ന് പറയുന്ന എലമെൻറ്റ് ആക്ച്വലി ദ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു ദിസ് ആക്സിസ്. ഓക്കെ, അതായത് നമ്മുടെ എലമെൻ്റ് ആണ്, ദിസ് ഈസ് θ1 θ2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദിസ് കമ്പോണൻറ്റ് ഈസ് ആക്ച്വലി θ1.
ഇവിടുത്തെ എക്സ് കമ്പോണൻ്റ് ആണ്, ഇവിടുത്തെ വൈ കമ്പോണൻ്റ് ആണ് സീറ്റ 2. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന സീറ്റ 1 സീറ്റ 2 എന്ന് പറയുന്ന ഈ എലമെൻറ്റിനെ എക്സ് ആക്സിസിലോട്ട് അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ കമ്പോണൻറ്റിനെ സപ്രസ് ചെയ്യുക കിട്ടുന്നതാണ് സീറ്റ 1 0 എന്ന് പറയുന്ന എലമെൻറ്റ്. ഓക്കെ, ദാറ്റ്സ് വൈ. അപ്പോൾ ഈ എക്സിൻ്റെ പ്രൊജക്ഷനാണ്, ഓർത്തോഗണൽ പ്രൊജക്ഷനാണ് ഈ പറഞ്ഞ വൈ എന്ന് പറയുന്ന ഈ കമ്പോണൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ആക്ച്വലി മീനിങ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വൈ ഈസ് ആക്ച്വലി എ സ്പേസ്. ഓക്കെ, ഇവിടെ ഒരു ആക്സിസ് മാത്രമല്ല, ഒരു സ്പേസ് ആണ്. വൈ പെർപെൻഡിക്കുലർ ഇസ് അനദർ സ്പേസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ. ഓക്കെ, സോ നമ്മളതിന് പെർപെൻഡിക്കുലർ സ്പേസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നത് മാത്രമേ അവിടെ ഉള്ളൂ. So, corresponding to every x in H, we can define a y. Corresponding to every x in H, we can define a y. Okay, which is actually called the projection. Okay, അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു y ഉണ്ട്. y is the projection and y is an element of y. Associated with this, we can define a function p which maps an arbitrary element h onto y, or x onto y. Y is the element px. So x onto y, and y is actually px. This p is called the projection. Projection of h onto y. ഞാൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തതാണ്. എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. സോ എക്സിനെ നമ്മൾ 2 കമ്പോണൻറ്റ് പാർട്സ് ആക്കി എഴുതുകയാണെങ്കിൽ വൈ കോമ ഇസഡ് എന്ന് എഴുതാൽ അതിനെ വൈ എന്നുള്ള സ്പേസിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ വൈ എന്ന് പറയുന്നത്. നൗ ദിസ് ഫംഗ്ഷൻ ഹാസ് സർട്ടൻ പ്രോപ്പർട്ടീസ്. ഈ ഫംഗ്ഷന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആക്ച്വലി ദിസ് ഫംഗ്ഷൻ ഇസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, ഫസ്റ്റ് തിങ്. Second thing is, this function is actually idempotent, and this function maps h onto y, and this function maps y onto itself. These are some elementary properties of this function. Now we can state formally as the properties of y or p the projection. The first property of p is a bounded linear operator. So first thing we establish is p is a linear operator എന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. So p is actually a map from h onto y. So consider 2 elements x1 comma x2 in h. Associated with this, h can be written as the direct sum of y and y perpendicular, and corresponding to x1 we can write, so by previous theorems we can write x1 as some y1 plus z1 and x2 as some y2 plus z2, where y1 y2 belongs to y and z1 z2 belongs to y perpendicular. Okay, now the idea is we have to find the value of p of x1 plus x2. അപ്പോൾ p of x1 plus x2 എന്ന് പറയുമ്പോൾ x1 plus x2നെ നമുക്ക് എങ്ങനെ ഈ ഫോമിൽ എങ്ങനെ എഴുതുന്നോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് x1നെ y1 plus z1 എന്ന് എഴുതിയാൽ p of x1 is actually equal to y1 and p of x2 is actually equal to y2. That's the idea. Now we have to find the value of p of x1 plus x2. x1 അപ്പോൾ x1 plus x2നെ ഇതുപോലെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം. Now x1 plus x2 is actually equal to y1 plus z1 plus y2 plus z2. That is y1 plus y2 plus z1 plus z2, where y1 y2
y1 plus y2 belongs to capital Y. Y is a subspace ആയതുകൊണ്ട്. And z1 plus z2 belongs to y perpendicular. So this can be also written in the form x1 plus x2 നെ some element of y plus some element of z എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ x1 plus x2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് y1 plus y2 ആണ്. By this representation, this should be equal to y1 plus y2. y1 is p of x1, which is actually p of x1 plus p of x2. So linearityയുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. p of x1 plus x2 is actually equal to p of x1 plus p of x2. Now moving on to p of some alpha x1. Okay. Now alpha x1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് റെപ്രസെൻറ്റേഷൻ എന്താണ്? ആൽഫ x1 should be equal to alpha times y1 plus z1, which is equal to alpha y1 plus alpha z1. That's the idea. Now alpha y1 എന്ന് പറയുന്ന എലമെൻസിൻ്റെയും ആൽഫ z1 എന്ന് പറയുന്ന എലമെൻസിൻ്റെയും സമ്മായിട്ടാണ് ആൽഫ x1 എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ ആൽഫ y1 is an element of y and alpha z1 is an element of y perpendicular. So this is actually the sum of elements of y and y perpendicular. Now by this representation ആൽഫ x1 ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ആൽഫ x1 പ്രൊജക്ഷൻ്റെ ടേംസിലുള്ള ഇമേജ് is ആൽഫ y1 എന്ന് കിട്ടും, which is alpha y1, which is alpha times p of x1. Okay, കാരണം y1 is p of x1. So p is actually linear. Now we have to prove that p is actually bounded. So p is a bounded operator. That's what we have to prove next. So p is bounded എന്നാണ് അടുത്തതായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. So p is bounded. So അതിനുവേണ്ടി we have to prove that norm of px should be less than or equal to some c into norm x എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. Norm p of x should be less than or equal to c into norm x. That's what we have to prove. Now norm p of x is actually equal to y. So norm p of x should be equal to norm y. So നമ്മൾ കൺവീനിയൻസിന് വേണ്ടി norm p of x square should be equal to norm y square. This is what we are going to establish. Okay, this should be less than or equal to c into something എന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Okay, now we have x is equal to some y plus z for all x element of h. So norm x should be equal to norm y plus z. So which implies norm x square should be equal to norm y plus z the whole square. It should be equal to inner product y plus z y plus z. ഇവിടെ y element of y ആണ്, z element of y perpendicular. So this should be equal to inner product y y plus inner product z y plus inner product y z plus inner product z z. That's the idea. So inner product y y is actually equal to norm y square. Now inner product zy is actually equal to 0 കാരണം y element of y യും z element of y perpendicular ആണ്. This is 0. inner product of y z ഉം 0 ആണ് കാരണം y യും z ഉം y-ക്കകത്തെയും y perpendicularൻ്റെ അകത്തെ എലമെൻറ്റ്സ് ആണ്. So they are orthogonal to each other. So the inner product is 0. Inner product z is norm z square. Okay, so which implies norm x square should be equal to norm y square plus norm z square. Now we have enough tools. Norm p of x the whole square should be equal to norm y square, which is less than or equal to norm y square plus norm z square, which should be equal to norm x square. So which implies norm p of x the whole square should be less than or equal to norm x square, which implies norm p of x should be less than or equal to norm x for all
x element of H, which implies P is bounded. So P is bounded and P is linear, implies P is a bounded linear operator. Next property is P maps H onto Y. Okay. This is trivial from the definition because for every x element of H, it can be written as some y plus z. Okay, where y is a closed subspace by theorem, previous theorem. Now, P of x, P maps x onto y, or here y can be written as x minus z. So every associated with every y, we have an element x in H. So from which we can clearly understand that P maps H onto Y, because H is actually the direct sum of Y and Y perpendicular, which means that every element of X is actually has a representation Y plus Z. So associated with every element X in H, there should exist an element Y in capital Y. So every element X maps onto some element Y in Y. So P is actually a function which maps H onto Y. Now the third property is P maps Y onto itself. Now consider an arbitrary element Y element of capital Y. Now Y can be written as Y plus 0. Y element of Y means Y element of H, and 0 is an element of Y perpendicular because inner product of 0 and Y is actually equal to 0. So here Y element of Y and 0 element of Z, which is equal to Y perpendicular. So this representation is unique, means every Y, for every Y element of Y, there exists the same Y element of Y such that P of Y is equal to Y. So P maps every element of Y onto itself. That's the idea. Next property is P maps Y perpendicular onto set 0. So അതിനു വേണ്ടി consider an Z which belongs to Y perpendicular. Now Z belongs to Y perpendicular means Z belongs to H, because Y perpendicular is a subspace. Now Z is actually equal to 0 plus Z, where 0 belongs to Y and Z belongs to Y perpendicular. ഓക്കെ, നമ്മൾ പി മാപ്പ് ചെയ്യുന്നത് ഇസഡിനെ അല്ലെങ്കിൽ എക്സിൻ്റെ അകത്തെ ഒരു എലമെൻറ്റിനെ നമ്മൾ വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതുമ്പോൾ എക്സിൻ്റെ ഇമേജാണ് ഈ ഫസ്റ്റ് വരുന്ന കമ്പോണൻറ്റ്. സോ ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് പി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു വൈ പെർപെൻഡിക്കുലർ, വിച്ച് മീൻസ് വൈ പെർപെൻഡിക്കുലറിൻ്റെ അകത്തെ എല്ലാ എലമെൻസിനെയും പി 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ പി മാപ്സ് വൈ പെർപെൻഡിക്കുലർ ഓൺ ടു സെറ്റ് 0. ദാറ്റ്സ് ദി ഐഡിയ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് പി ഈസ് idempotent. That is, p square is equal to p. Consider p square of x, which is p of x. Now x is an element of H,
x is actually written as some y plus z, where y element of y and z element of y perpendicular. Here p of x is equal to y. So this is p of y. So now നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ഫോർ ഓൾ y element of y, p of y actually equal to y itself. So p of y is equal to y. Now y is actually equal to p of x. That is p square of x is always equal to px for all x element of h. That is p square is equal to p, which means p is an idempotent operator. Okay, so that's the idea. So we have defined the projection operator which maps every element of h onto some element y element of capital Y, and clearly we have the properties that p is a bounded linear operator and p maps h onto y, which means that if p is restricted onto y, which maps y onto itself, which is an identity map. Because we have already proved that p of y is equal to y for all y element of y. Okay, and p maps y perpendicular onto z0 and p is an idempotent operator. These are the fundamental properties of projection. So to sum up the whole thing, every Hilbert space can be written as y direct sum y perpendicular, or every element of x which is in a Hilbert space is actually can be uniquely represented as the sum of two elements where elements are from the perpendicular or orthogonal spaces. Thank you.